2 മാസം മുമ്പ് ജൂലൈ മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. തുടർന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു. പക്ഷേ രണ്ടിൻ്റെയും റിസൾട്ട് വന്നപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു. സ്കാനിങ്ങിനകത്ത് ഒന്നും തെളിഞ്ഞിട്ടില്ലെന്നും ബ്ലഡിനകത്ത് വളർച്ച കുറവാണെന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ പ്രഗ്നൻസിയുടേതായ യാതൊന്നും കാണുന്നില്ലെന്നും വളർച്ച മുമ്പത്തേക്കാളും കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. ഇനി അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് അത് പോകുമെന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടെ ഞാൻ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ബുധനാഴ്ച ഇവിടെ പ്രയർ നടക്കാൻ നേരത്ത് ഞാനിവിടെ വന്നപ്പോൾ റോയി പാസ്റ്റർ ഇങ്ങനൊരു മെസ്സേജായിരുന്നു പറഞ്ഞത്. ജീവിതത്തിൽ വഴിയടങ്ങിയവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി ദൈവം സൂപ്പർ നാച്ചുറലായി പ്രകൃതിക്ക് അതീതമായ രീതിയിൽ വഴി തുറക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവസാനം പ്രയർ കഴിഞ്ഞപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവും, ബ്ലീഡിങ് ആയിട്ട് പോവും, വളർച്ച കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ തന്നെങ്കിൽ ദൈവം അതൊരിക്കലും നശിപ്പിക്കത്തില്ല. എൻ്റെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, എൻ്റെ ദൈവം പുനരുദ്ധാരണത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ളിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. അവിടുത്തെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ആ സ്കാനിങ് റിപ്പോർട്ടിൽ ആ ജൂലൈ മാസത്തിൽ തന്നെ ഒന്നുമില്ലയെന്ന്, പ്രഗ്നൻസിയുടെ യാതൊരു ലക്ഷണവും ഇല്ലയെന്ന് പറഞ്ഞ ജൂലൈ മാസത്തിൽ ആ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിന് 7 ആഴ്ചയും 3 ദിവസം എന്നുള്ള അത്ഭുത റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എൻ്റെ യേശുവിന് 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റോയി പാസ്റ്ററിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ആമേൻ. അക്കരമൊന്ന് ഉയർത്തി അൾട്രാസൗണ്ട് ചെയ്തതും അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുമാണ്. അതേപോലെ ഇവിടെ ബ്ലഡ് റിസൾട്ടുണ്ട്. അതേപോലെ ഉള്ളിൽ കുഞ്ഞിൻ്റെ സ്കാനിങ് അല്ലെങ്കിൽ ആ ഫോട്ടോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സൗകര്യം അന്ന് ഇവിടെ കരച്ചിലോടാണ് വന്നത്. എല്ലാം അവസാനിച്ചു, തീർന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് കാണാതെയാകും, അറിയാം, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ തീർന്നെന്ന് പറയുന്നിടത്ത് പച്ചവെള്ളം കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്